എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ടും ഒരു ചാനലിൽ, ഞാൻ പറയാം ചാനലിൻ്റെ പേര് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറഞ്ഞ ചാനലിലെ സത്യനാരായണൻ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നതാണ്. ഡീലാപ്പിലെ എങ്ങനെയുണ്ട്, ചേഞ്ചസ് ഉണ്ടോ? അപ്പോൾ അതിന് ഇദ്ദേഹം പറയുന്ന ഉത്തരം എന്താ വെച്ചാൽ മിനോക്സിൽ കൊണ്ടാണ് അവർ ചേഞ്ചസ്, അത് മാത്രമാണ്, അതാണ് സത്യം, അങ്ങനെയാണെന്നൊക്കെ. ഈ മിനോക്സിൽ കാരണം മുടി വരും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മിനോക്സിൽ കാര്യം മുടി വരും, പക്ഷേ മിനോക്സിൽ കാരണം ഒരിക്കലും ഒരു ഗ്രേഡ് 7 ആയിട്ടുള്ള ഗ്രേഡ് 6 ആയിട്ടുള്ള തലയിലോ മുടി വരില്ല. മനസ്സിലായോ? അത് ആദ്യം മനസ്സിലാക്കുക സത്യനാരായണ. ഒരിക്കലും അങ്ങനെ വരുത്താൻ പറ്റില്ല. ബേസിക്കലി മിനോക്സിൽ കാണാൻ വരുത്താൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെയർസ് കുറച്ച് കട്ടി കൂട്ടുക, അതൊക്കെയാണ് മിനോക്സിൽ കാണാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ ഗ്രേഡ് 6 ഗ്രേഡ് 7 ആയിട്ടുള്ള തലയിൽ പ്രായമുള്ള ആളുകൾക്ക് മിനോക്സിൽ കുറച്ച് തേച്ചു എന്ന് വെച്ചിട്ട് മുടി അങ്ങ് കട്ടിയിൽ അങ്ങ് വരുമൊന്നുമില്ല. അത് മനസ്സിലാക്കുക. അങ്ങനെ വരുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവില്ല പേഷ്യൻ്റ്, എനിക്കും ഉണ്ടാവില്ല പേഷ്യൻ്റ്. നമ്മൾ ചൊറിയും കുത്തിയിരിക്കേണ്ടി വന്നേനെ. മനസ്സിലായോ? നമുക്ക് ബിസിനസ് ഉണ്ടാവില്ല. ഈ വ്യക്തിക്ക് എങ്ങനെയാണ് മുടി വന്നതെന്നൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറയാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് മുടി വന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് പ്രായമുള്ള പേഷ്യൻ്റ് കേസിൽ തന്നെ പോവാം. അഷ്റഫ് PV എന്ന് പറയുന്ന പേഷ്യൻറ്റ്, അത് എത്രയാ വയസ്സെന്ന് വെച്ചാൽ 56 വയസ്സുണ്ട്. ആൾ ഫസ്റ്റ് സിറ്റിംഗ് എടുക്കാൻ വന്നപ്പോഴുള്ള ഫോട്ടോ ആണിത്. ഫസ്റ്റ് സിറ്റിങ്ങിൽ അഷ്റഫ് PV വന്നപ്പോൾ 56 വയസ്സുള്ള ആളെ ഫോട്ടോ. ഓക്കെ, കണ്ടില്ലേ? ആൾ അത് കഴിഞ്ഞിട്ട് 15 ദിവസം 20 ദിവസം 45 ദിവസം കഴിഞ്ഞിട്ട് കണ്ടുമാണ് ബൂസ്റ്റ് എടുക്കാൻ വന്നത്. ബൂസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബൂസ്റ്റ് എടുക്കാൻ പുള്ളി വന്നിരുന്നു. സെക്കൻഡ് ബൂസ്റ്റ് എടുക്കണം എന്ന ആഗ്രഹത്തോട് പുള്ളി വന്നപ്പോൾ പുള്ളിക്കുണ്ടായ മാറ്റമാണിത്. 56 വയസ്സുള്ള ഒരു വ്യക്തിയാണിത്. മനസ്സിലായോ? ആളെ കോൺടാക്ട് ചെയ്യാം, ആളോട് സംസാരിക്കാം. ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, അയാളെ എക്സ്പീരിയൻസ് പറയാൻ. ഹീ ഈസ് റെഡി ടു ഗീവ് ദ ഫോൺ നമ്പർ. എനി വൺ ഹൂ വാണ്ട്സ് ഹിസ് ഫോൺ നമ്പർ ക്യാൻ കോൺടാക്ട് മീ. ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു വിത്ത് കോൺടാക്ടിങ്. ഞങ്ങൾക്ക് ആളെ കണക്ട് ചെയ്ത് തരാൻ പറ്റും, ആളോട് സംസാരിക്കാം. ആ മുടി വന്നത് മനസ്സിലായോ? 56 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മുടി വരാൻ വേണ്ടിയിട്ട് മിനോക്സിൽ തേച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറും എനിക്ക് തോന്നുന്നില്ല വിശ്വസിക്കുന്നു ഇത്രയും മുടി വരും മിനോക്സിൽ തേച്ചിട്ടെന്ന്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വരുത്തിയ പേഷ്യൻ്റാണത്. ഇയാളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇയാളെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയാൾ ഷെയർ ചെയ്യാൻ റെഡി. ഹീസ് ഹാപ്പി, മോർ ദാൻ ഹാപ്പി ടു ഷെയർ ഹീസ് എക്സ്പീരിയൻസ്. അയാൾക്ക് ആക്ച്വലി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒരാളാണ്. ഈസ് വെരി മച്ച് എന്താ പറയുക ഇംപ്രസ്ഡ് അബൌട്ട് ദിസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എന്താ പറയുക ക്ലിനിക്. അപ്പോൾ വേണമെങ്കിൽ ആൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറയില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളെ SCT ചെയ്തിട്ട് വരുത്തിയ റിസൾട്ടാണ്. വെറും ആൾക്ക് ചിലവായത് 17,000 രൂപയാണ്. ആ 17,000 രൂപയിൽ വന്ന റിസൾട്ടാണിത്. അതിന് നിങ്ങൾക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്യും. നിങ്ങളെന്തിനും ഞങ്ങളെ കൊത്താൻ വന്ന് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിക്കൂടെ? ഞങ്ങളെന്തെങ്കിലും നിങ്ങളെ പറ്റി പറയണ്ടോ? നിങ്ങളെ പറ്റി നല്ലതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ പറ്റിയല്ല, നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി, ലാഡൻസിറ്റിയെ പറ്റി നല്ലത് മാത്രമേ മനസ്സിലാക്കേണ്ട കാര്യം. വെറുതെ ഇങ്ങനെ തോണ്ടാൻ നിൽക്കണ്ട. മനസ്സിലായോ?